നമസ്കാരം. ഗവർണറെ വിറപ്പിക്കാൻ കുട്ടിപ്പട്ടാളം കരിങ്കൊടിയുമായി വിശ്രമമില്ലാതെ വഴികളിലെല്ലാം കാത്തുനിൽക്കുന്നത് ഇപ്പോൾ പതിവ് ശീലമായി മാറുന്നു. എന്നാൽ ഇപ്പോൾ ആ കാത്തുനിൽപ്പും കരിങ്കൊടി വീശലുമെല്ലാം അതിര് കടക്കുകയാണ്. ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണർക്ക് നേരെ അതീവ സുരക്ഷ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഉറപ്പുവരുത്തേണ്ടുന്ന AKG സെന്ററിന് മുന്നിൽ നിന്നടക്കം കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് കുട്ടി സഖാക്കന്മാർ. പാർട്ടി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രതിഷേധം നടക്കുന്നത് എന്നതാണ് ഗവർണറുടെ പ്രതികരണം. പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ SFI PFI കൂട്ടുകെട്ടുണ്ട് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തി. സർക്കാർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ച് തന്നെ നേരിടുകയാണ് ഇവർ എന്നതാണ് ഗവർണർ തുറന്നടിച്ചിരിക്കുന്നത്. സെനറ്റ് യോഗത്തിലേക്ക് പോകാൻ പ്രോ ചാൻസലർമാർക്ക് അധികാരമില്ല. യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ ഇടപെടരുതെന്ന് കോടതി വിധിയുള്ളതാണ്. മിനിമം മര്യാദ പോലും ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നതെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. കോടതിയോട് അവർക്ക് യാതൊരു ബഹുമാനവുമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെല്ലാം. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് SFI മാത്രമല്ല എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. SFIയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒത്തുചേർന്നാണ് തനിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധത്തിൽ SFIയും PFIയും തമ്മിൽ സഖ്യം ചേർന്നിരിക്കുന്നു. നിലമേലിൽ അറസ്റ്റ് ചെയ്തവരിൽ 7 പേർ PFI പ്രവർത്തകരാണ് എന്നും ഇത് സംബന്ധിച്ച് തനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നും ഗവർണർ തുറന്നടിച്ചു. ഇതിനിടെ AKG സെന്റർ മുന്നിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവർണറെ വിടാതെ പിന്തുടരാൻ വിദ്യാർത്ഥികൾക്ക് ധൈര്യം നൽകുന്നത് നേതാക്കന്മാർ തന്നെയാണ്. കരിങ്കൊടി കാണിക്കുന്നവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വകുപ്പ് ചുമത്തി അകത്തിടുന്നുണ്ട് എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെയെല്ലാം പുറത്തിറക്കാൻ പാർട്ടിയും ഒപ്പം പിണറായി പോലീസും കൂട്ടുനിൽക്കുന്നു എന്നത് ഈ ധൈര്യത്തിന്റെ പ്രധാന ഘടകമായി മാറുന്നു. ചില കുട്ടി സഖാക്കന്മാർ ഒരു രാത്രിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നത് ക്രെഡിറ്റ് ആയാണ് എടുക്കുന്നത്. എന്താണ് ഇതിനു പിന്നിലെ ഭവിഷ്യത്ത് എന്ന് പോലും ആലോചിക്കാതെയാണ് ഈ കുട്ടി സഖാക്കന്മാർ കരിങ്കൊടിയുമായി രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും പാർട്ടി നൽകുന്ന ഈ ധൈര്യവും പ്രചോദനവുമെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി തൊണ്ട കീറുന്ന സഖാക്കന്മാർക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി കാവൽ നിൽക്കാൻ സാധാരണക്കാരന്റെ മക്കളും പാർട്ടിയുടെ ചുമതലയും സ്ഥാനവുമെല്ലാം ഏറ്റെടുക്കാനും വഹിക്കാനും നേതാക്കന്മാരുടെ മക്കളും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. എന്തായാലും ഇപ്പോൾ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച സഖാക്കന്മാർക്ക് ഇനി അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ സാധിക്കില്ല എന്നാണ് ഗവർണറുടെ ഈ ഉറച്ച നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്.